നമ്മളിപ്പം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്നും ചേന്നാടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. ചേന്നാടൊക്കെ കാണണമെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലപ്രയൊക്കെ എടുത്തപ്പം അപ്പോൾ ഈ വഴിക്കാണ് ചേന്നാട് പോകുന്നത് കേട്ടോ. ചേന്നാട് പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. നാട്ടുമ്പുറത്തെ തനതായ ഗ്രാമക്കാഴ്ചകളാണ് കൂടുതലും. റബ്ബർ, തേക്ക്, ഈട്ടി, തെങ്ങ്, വാഴക്കൃഷികൾ, ജാതി, ഏലം ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ഗ്രാമ്പൂ, കാപ്പിത്തോട്ടങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. മനോഹരമായ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു, പണി തീർത്ത വീടുകൾ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചൂടാണ് കാലാവസ്ഥയെങ്കിലും കാഴ്ച ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. നല്ലൊരു വേനൽക്കാലത്താണ് നമ്മൾ ഇതിലെ വന്നത്. ഇപ്പോൾ ശരിക്കും മഴക്കാലമല്ലേ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ആയായിരുന്നു, ഇടയ്ക്ക് വെച്ചത് മറന്നു പോയായിരുന്നേ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ നല്ല മഴക്കാലത്ത് ഇപ്പോഴത്തെ ഫുൾ പച്ചപ്പുള്ള വീഡിയോയുടെ ഇടയ്ക്ക് ഈ ഒരു കളർ മങ്ങിയ വീഡിയോ വരുമ്പോൾ എന്തോ ഒരു വ്യത്യാസം പോലെയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടുത്തെ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ ഇതിലേക്ക് ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പോകണം. ഇതൊരു ടൂറിസം മേഖലയിലോട്ട് പോകുന്നൊരു വഴിയൊന്നും അല്ല, എങ്കിലും നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഗ്രാമ പശ്ചാത്തലത്തിലൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരാം കേട്ടോ. ഈ വഴി നമ്മൾ പോയാൽ നേരെ നമ്മുടെ അരുവിക്കുഴി ഭാഗത്തേക്കൊക്കെ ചെല്ലുന്ന വഴിയാണേ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവിടെ ചെറിയ ജംഗ്ഷൻ വന്നേ. ഇവിടെ നിർത്താനുള്ള കാരണം വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ചിക്കിടാം. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. ഈ വെയിലത്തൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര ആശ്വാസം കേട്ടോ. ഈ പച്ചപ്പിനിടയ്ക്കൊക്കെ ആയിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടോ. നല്ല തണുത്ത വെള്ളമാണേ. മീനച്ചിലാർ ആറ് ഒഴുകി വരുന്നതാണ്. ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ആ ചിക്രാമിന് നല്ലൊരു കാഴ്ച കാണാതെ. കണിയാങ്കുന്നൽ കടവ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു ചിക്രാമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത്. കണ്ടോ വെള്ളം കുതിച്ച് കയറുന്ന കണ്ടോ. മഴക്കാലത്തൊക്കെയാണ് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. മീനച്ചിലാർ പുഴ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു തടയണ കെട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ആ തണുപ്പത്തൊക്കെ ഇറങ്ങി കുളിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. തോർത്തൊക്കെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ ചാടായിരുന്നു. അങ്ങനെ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി ഈരാറ്റുപേട്ട, പാല ആ ഭാഗത്തേക്കൊക്കെ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ ആ വെള്ളം ഒഴുകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഇതുണ്ട്. നാട്ടിൻപുറത്തെ വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വീണ്ടും ഒരു ചെറിയ ജംഗ്ഷനൊക്കെ വന്നു. ആ വഴിക്കുന്ന അങ്ങനെ പോയി. സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യം അറിയത്തില്ല, അറിയുന്നവരൊക്കെ ഒന്ന് പറയണേ. ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്. ഇടത്തോട്ടല്ല പോകുന്നത്, നമ്മൾ വലത്തോട്ടാണ് നേരെയുള്ള വഴിക്ക്. വഴി സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴിക്ക് കുറേ വാഴക്കൃഷിയൊക്കെ കാണാമല്ലോ. പിന്നെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറേ ഭാഗത്തൊക്കെ റബ്ബറൊക്കെ വെട്ടി മാറ്റിയിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയൊക്കെ റബ്ബറില്ല, അവിടെയൊക്കെ വാഴയൊക്കെ കൃഷിയാണ്. പിന്നെ നാട്ടിൻപുറത്തേക്കൊന്ന് ഇഷ്ടംപോലെ നമുക്ക് ഈ പൈനാപ്പിൾ ഫാമൊക്കെ കാണാൻ പറ്റും. ഫാമായിട്ടുള്ളതുണ്ട്, ചെറുകിടയുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു റൂട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടോ വലിയൊരു വീടിൻ്റെ ഭാഗത്തേക്കുള്ളൊരു ഗേറ്റൊക്കെ കെട്ടി സെറ്റ് ചെയ്തേക്കുന്നു. ഇതിൻ്റെ ചുറ്റോടിയിട്ട് നല്ല രസമുള്ള കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. ഇതുണ്ട്. ഇവിടുത്തേക്ക് റബ്ബർ വെട്ടി മാറ്റിയിരിക്കുകയാണ്. പുതിയ തൈയൊക്കെ വെച്ച് കയറി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 5-6 കൊല്ലം കഴിയണം റബ്ബർ വെട്ടണമെങ്കിൽ. വലിയ മരമായി കഴിഞ്ഞാൽ വെട്ടി മാറ്റാതിരിക്കാൻ പറ്റിയല്ലോ. ഇത് കണ്ടോ റബ്ബർ തടി കയറ്റി പോകുന്നുണ്ടോ. ഇന്നൊക്കെ തടി വെട്ടിയിട്ട്. ഇത് റബ്ബർ മാത്രമല്ല, പലതരം മരങ്ങളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മനോഹരമായ പശ്ചാത്തലത്തിലെ ഗ്രാമ പശ്ചാത്തലമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയും നല്ലൊരു വീടൊക്കെ, പിന്നെ തേക്ക്, പൂപ്പ്, അങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ഒരുപാട് പച്ചപ്പുള്ള കാഴ്ചകളാണ് ഈ വഴിക്കെല്ലാം. ഒരു KSRTC അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ ആളെ ഇറക്കി കയറ്റുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ ഇതിനിടയ്ക്കൂടെ ഇതിൻ്റെ കളർ കാണാനായിട്ട്. അതുപോലെ ദൂര സർവീസുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അതാ ചുവപ്പും മഞ്ഞയും വരുന്നത്. നല്ല വെള്ള വണ്ടിയല്ലേ. മലബാർ, വേണാട് ഈ സർവീസല്ലേ, ഷട്ടിൽ സർവീസെല്ലാം കൂടുതലും. ഇവിടെ ഒരു വാഗമരമൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടേ. വീണ്ടും കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നാണ് കാഴ്ചകളെന്ന് നോക്കാം. ഈ സൈഡും കുറേ റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് നല്ല മനോഹരമായ റബ്ബർ തോട്ടങ്ങളുണ്ട്. എനിക്ക് നാട്ടിൻപുറത്തെ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ ജാതി, റംബുട്ടാൻ ചെടികളൊക്കെ കാണാം.
നാട്ടിൻപുറത്ത് റംബുട്ടാൻ്റെ കൃഷി നല്ല രീതിയിലുണ്ട്. അതുപോലെ ജാതി കൃഷിയുണ്ട്. റംബുട്ടാൻ മഴക്കാലമായി കഴിഞ്ഞാൽ അവർക്കൊരു നല്ലൊരു വരുമാനം കിട്ടുന്ന സംഭവമാണ്. അതെല്ലാം വന്ന് ഓരോരുത്തർ പാട്ടം എടുക്കും, വലയൊക്കെ ഇട്ട് മൂടി വെക്കും, ഈ വവ്വാലൊക്കെ വന്ന് കടിക്കാതിരിക്കാനായിട്ട്. ഈ ഒരു സൈഡ് എങ്ങനെ ചെല്ലുമ്പോൾ ഇടത് സൈഡ് കാണും, തീർത്ത് റബ്ബർ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ കൈതക്കൃഷി ഇവിടെ ഒന്നും അധികം കണ്ടില്ലല്ലോ. പോകുന്ന വഴിക്ക് എവിടെയും കാണാമായിരിക്കും അല്ലേ. ഇങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ്. ഇവിടെ എല്ലാം മണ്ണിളക്കിയിട്ട് ഭയങ്കര പൊടിയാണ്. മഴ പെയ്താലേ ശരിയാവുള്ളൂ. ഇവിടെ ഒരു കടയൊക്കെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വമ്പൻ എസ്റ്റേറ്റുകാരുടെ ആയിരുന്നു. വലിയ എല്ലാം പിന്നെ ഇതെല്ലാം മുറിച്ച് വിറ്റും. നമ്മളങ്ങനെ പൈനാപ്പിൾ ഫാം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു വന്നു. ഈ സൈഡിൽ പൈനാപ്പിൾ ഫാം നമുക്ക് നന്നായിട്ട് കാണാവേ. കണ്ടോ, നല്ല മനോഹരമായൊരു കാഴ്ചയല്ലേ പൈനാപ്പിൾ ഫാമിൻ്റെ. ചേന്നാട് ചെന്നിട്ട് വേണം നമുക്ക് തിരിഞ്ഞ് പോകുന്ന വഴി നമ്മൾ അരുവിക്കുഴി നേരത്തെ പറഞ്ഞു, അരുവിക്കുഴിയല്ല കേട്ടോ. ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടേ. ഇതെന്നാന്ന് നമുക്ക് നോക്കാം. ഇതിൽ ചെറിയ വെള്ളച്ചാലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പോൾ ഈ വേരെയും ചൂടത്ത് ശരിക്കും പറഞ്ഞ് വെള്ളമൊക്കെ കണ്ടാൽ മേത്തോടെ കോരി ഒഴിക്കാൻ തോന്നുന്നുണ്ടേ. ഈ റബ്ബർ കാടിനുള്ളിൽ അവിടെ ഒരു ലൈൻസൊക്കെ ഇരിക്കുന്നുണ്ടോ. തൊഴിലാളികളുടെയൊക്കെ താമസ സ്ഥലമാണ്. അതിലൊക്കെ ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല മനോഹരമായ ഇടതിങ്ങിയ റബ്ബർ തോട്ടം. അങ്ങനെ നമ്മൾ ചേനാട് ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേനാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി കുറച്ചുകൂടെ ദൂരമുണ്ടേ. ചേനാട് കഴിഞ്ഞാൽ പിന്നെ മാളിക കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ വേങ്ങത്താനം അരുവി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അവിടം വരെയൊക്കെ പോകാനാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലുള്ള റബ്ബറൊക്കെ വെട്ടി മാറ്റിയ കൈതക്കൃഷി ഒക്കെ ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണാവേ. ഇതിനപ്പുറത്ത് കൈതക്കൃഷിയൊക്കെയാണ്. പിന്നെ നല്ല തേക്കും തോട്ടം. അതുപോലെ നമ്മൾ വന്ന് കണ്ടിരുന്ന പോലുള്ള കുറേ കാഴ്ചകൾ തന്നെയാണ് മുന്നോട്ട് വീണ്ടും ഉള്ളത്. ഏകദേശം നമ്മൾ ചേന്നാടെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നാടെന്ന് പറഞ്ഞാൽ അത്ര വലിയ പട്ടണമൊന്നുമല്ല കേട്ടോ. ഒരു കോട്ടയം ജില്ലയുടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ ഉൾപ്രദേശത്തേക്കുള്ളൊരു റബ്ബർ തോട്ടങ്ങളുടെ ഉള്ളിലുള്ളൊരു പഴയകാല ചെറിയൊരു ടൗണാണ്. സ്കൂളും പള്ളിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇപ്പോഴൊക്കെ ഇവിടെ ഒരുപാട് ജനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി പാർക്കുന്നുണ്ട്. പണ്ടൊക്കെ എസ്റ്റേറ്റുകളിൽ ലയത്തിലൊക്കെ ആയിരുന്നു ആൾക്കാർ കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ലയത്തിലൊക്കെ വളരെ ആൾക്കാർ കുറവാണ്. നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലേ, ലയമൊക്കെ കാലിയായിട്ട് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം ഈ തോട്ടങ്ങളെല്ലാം കുറേയെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് കൊടുത്തുപോയി. അതുകൊണ്ട് ഇപ്പോഴിങ്ങനെ വീണ്ടും ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ കാണാവേ. ആ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീരത്തോടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ടോ നല്ല കൊടിക്കൃഷിയൊക്കെ കാണാം. നാട്ടുപുറത്തെ കൊടിക്കൃഷിയൊക്കെ വളരെ മനോഹരമാണ്. കാണാനും ഇച്ചിലൂടെ വിളവൊക്കെ ഇവിടെ കൂടുതൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ജാതിയും ഒക്കെ ഒരുപാട് കൃഷികളിലൂടെ ജാതി, ഗ്രാമ്പു, കൊക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പഴയകാല ഒരു കടയോ കെട്ടറോ എന്നതായിരുന്നു അത്. ചേന്നാടത്തെ ഒരു ഗുരുമന്ദിരമൊക്കെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചേന്നാട് ടൗണിലേക്ക് ഏകദേശം എത്തി കേട്ടോ. നമുക്കിവിടെ ഇറങ്ങി നിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, പള്ളിയും സ്കൂളുമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. എൻ്റെ അമ്മയും അമ്മയുടെ ആങ്ങളമാരും ഒക്കെ ഇവിടുത്തെ സ്കൂളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ കാലത്ത് ഒരു മെയിൻ സിറ്റി ആയിരുന്നു ഈ ചേന്നാടെന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലമൊക്കെ. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോയാലോ. ചേന്നാട് ടൗണിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോണ്ടല്ലോ, ഇവിടെ ഒരു കുരിശടിയൊക്കെ കാണാം. കുരിശടിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് മുകളിൽ ലൂർദ് മാതാ പള്ളി ചേന്നാട്. അപ്പം പള്ളിയും സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. ഇതൊക്കെ ഈ സ്കൂളിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. സെൻറ്റ് മരിയ ഗോരത്തീസ് HS ആണ്. വിദ്യാഭ്യാസ ജില്ല ചേന്നാട്.
ഉണ്ടോ, പഴയ മോഡലുള്ള സ്കൂളൊക്കെയാണ്. പള്ളി അതാ, ചേന്നാട് പള്ളി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ സ്കൂളും ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. പള്ളിക്കൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ, സ്കൂള് പോലെ തന്നെ. ചേന്നാട് പള്ളിയുടെ സ്കൂളിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തുടരുകയാണ് മുന്നോട്ട് കേട്ടോ. ഇനി നമുക്ക് മുന്നോട്ട് ചെന്നാൽ മാളിക എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലോട്ടാണ് എത്തുന്നത്. മാളികയും പഴയ കാലത്തെ ഈ റബ്ബർ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു മെയിനായിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. മെയിനെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ സിറ്റി ഒന്നും അല്ല കേട്ടോ ഈ വഴി വരുന്നതൊന്നും. ഉൾപ്രദേശത്തുള്ള കുറച്ച് 2-3 കടകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് മാളിക എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നമ്മളിപ്പം എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ബസ് സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടുന്ന് കുറേ പിള്ളേരൊക്കെ സ്കൂളിൽ കോളേജിലോട്ടൊക്കെ ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോകുന്നതാണ്. പിന്നെ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ആ കടയിൽ കയറി നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് നല്ല യാത്ര തുടങ്ങാം കേട്ടോ. കടക്കാരനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അപ്പം നമ്മൾ ചേന്നാടുള്ള വിജയചേട്ടൻ്റെ കടയിൽ കയറി ഒരു കരിഞ്ചായൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വെയിലാണേ. ശരിക്കും നാരങ്ങാവെള്ളം കുടിക്കണ്ട, പക്ഷേ അത് നാരങ്ങാവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ജലദോഷം പനിയും വല്ലതും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കടിഞ്ചായ കുടിക്കുന്നത് കേട്ടോ. നല്ല ചൂട് കടിഞ്ചായ വേണേ ഉള്ള ദിവസം കുടിക്കാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? അപ്പം നമുക്ക് ഈ കടയിലെ വിജയചേട്ടൻ്റെ പരിചയപ്പെടാം. ചേട്ടാ എന്നാണ്ട് വിശേഷമൊക്കെ? ഇങ്ങനെയൊക്കെ പോകുന്നു. കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു അല്ലേ? ചെറിയ കടയാ അല്ലേ? ആ, എത്ര വർഷമായി ഇവിടെ? ആ, നേരത്തെ അറേഞ്ചിൽ എവിടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ ഒത്തിരി വർഷം മുമ്പ്. എവിടെയായിരുന്നു? മുണ്ടിയേരുമ അല്ലേ? ആ, അവിടെ തന്നെ താമസമായിരുന്നു? നേരത്തെ ഒത്തിരി നമ്മുടെ എളുപ്പത്തിലാണ്. നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ഓരോരോ ഗ്രാമത്തിൽ കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളാണ്. അപ്പോൾ ചാനൽ വരും, അപ്പോൾ കാണാം. ഓക്കെ. വേങ്ങത്താനം അരുവിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇതിലെ 1.5 കിലോമീറ്റർ താഴോട്ട് പോകണം. എവിടം വരെ വഴിയാണെന്ന് അറിയില്ല. പണ്ടൊരിക്കൽ ഞാനൊന്ന് പോയായിരുന്നു. അതുകൊണ്ട് പായലില്ല അല്ലേ? പായൽ ഉണങ്ങി കിടക്കും. ആ വഴി എത്തും. ഇതെടുക്കണം. ഇതുകൊണ്ടോ ഇവിടെ മാലിന്യം വിടരുതെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ കൊണ്ട് തട്ടിയായിരുന്നു. മാലിന്യം വിടരുതെന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ തന്നെ കൊണ്ട് കുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം തട്ടിക്കുന്നുണ്ടോ. വരുന്നവരെ കണ്ടിട്ട് പോകുമല്ലാണ്ട് ഈ വേസ്റ്റെല്ലാം ഇവിടെ കൊണ്ടിരുന്നത് എന്ത് കാര്യത്തിനാണ്? അപ്പോൾ നമുക്ക് ഈ വഴിക്കൂടെയാണ് നമുക്ക് ഈ വേങ്ങത്താനം അരുവി കാണാൻ വേണ്ടി പോകേണ്ടത്. വേങ്ങത്താനം അരുവിന്ന് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും കേട്ടോ. താഴെ ഒരു വലിയ കുഴിയാണ്, അപ്പോൾ അരുവിന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ കണ്ടോ ഇച്ചിരൂടെ നിബിഡമായ ഇരുണ്ട വനങ്ങളൊക്കെ പോലെ ഇങ്ങനെ റബ്ബർ കാടുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭീതി വരുത്തുന്ന അന്തരീക്ഷമൊക്കെയാണ്. കുറച്ചുകൂടെ താഴെ ചെല്ലുമ്പോൾ അതിങ്ങനെ കൂടി വരുവേ. പിന്നെ ഇവിടെ ഈ കോൺക്രീറ്റ് റോഡാണ്, മുഴുവൻ പായൽ പിടിച്ച് കിടക്കും. നമ്മൾ വന്നപ്പം വെയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ വഴിയെ പോകുമ്പം വണ്ടിയുടെ ടയർ തന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം കൂടെ നമുക്ക് ഈ സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് നടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങ് വരെ വണ്ടി കൊണ്ടുപോകൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിൽ ഊട്ടിക്കൊണ്ട് പോകും കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ നോക്കുന്നില്ല. കുറച്ച് നടന്നു പോയിട്ട് ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളും കൂടെ കണ്ടങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു വന്നു. താഴോട്ട് വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അയ്യോ, അങ്ങോട്ട് വലിയ വീടാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു കാലത്ത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ജോലിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളാണ്. ഇന്നത്തെ ഒരു സ്ഥിതിയൊക്കെ കണ്ടോ. വേങ്ങത്താനം അരുവി കാണാൻ വേണ്ടി നമ്മൾ മഴ പെയ്യുമല്ലോ എന്ന് അറിയത്തില്ല കേട്ടോ. മഴ പെയ്താൽ പെട്ടു. അപ്പോൾ പിന്നെ അവിടെ കയറി നിൽക്കാൻ ഒരു ഷെഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
താഴെ അരുവി വെള്ളമുണ്ടോ എന്ന് ആരുടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല കേട്ടോ. വീടുകളിലൊന്നും ആളെ കാണുന്നില്ല. ചില ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്. ഒരു ഓഫ് റോഡ് തന്നെ കേട്ടോ താഴോട്ട്. പക്ഷേ വേണം നമുക്ക് വണ്ടി കൊണ്ടുവരാമായിരുന്നേ. ഇതിലേക്ക് ആൾക്കാർ വണ്ടി കൊണ്ടിരുന്നതാന്ന് തോന്നുന്നു. പക്ഷെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തൈ റബ്ബറുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ റബ്ബർ താഴോട്ടാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് കൈതയൊക്കെ നമുക്ക് കാണാവേ. റബ്ബർ വലുതാകുന്നതനുസരിച്ച് കൈതയെല്ലാം പറിച്ച് കളയും. പണ്ടൊരിക്കൽ ഞാൻ ഇതിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്നാലും ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി കൈതത്തോട്ടമായിരുന്നേ. ഇനി നമ്മൾ കുറച്ച് വനത്തിനകത്തൂടെ പോകുന്നല്ലോ കേട്ടോ. ഇന്ന് ഞാൻ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇവിടെ വഴിയൊക്കെ നന്നാക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നേ. അതാ ഞാനൊന്ന് ഇറങ്ങി വരാൻ നോക്കി. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ താഴോട്ട് ചെന്നാൽ വഴിയില്ലെങ്കിൽ നമ്മൾ പോകുകയല്ലോ കേട്ടോ. തിരിച്ചു പോരത്തേ ഉള്ളേ. എന്താണെന്ന് അറിയില്ല, അന്ന് ഞാൻ വന്നപ്പോഴും ഈ റബ്ബർ തോട്ടം ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഭയങ്കരമായിട്ട് പള്ള പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്നും ഇങ്ങനെ തന്നെ. താഴെ വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കാം കേട്ടോ. പണ്ടേതോ കാലത്തുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഹൊറർ ടച്ചൊക്കെ ഇട്ടെടുക്കും കേട്ടോ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിപ്പുറത്തിലും പരിപാടിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം വയറവള്ളി കയറി കിടക്കുന്നുണ്ടോ. പിന്നെ വഴി ഇവിടെ ചെറിയ വഴിക്കാലായിട്ട് അങ്ങനെ ഉണ്ടേ. പൂവച്ചെടിയെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ അപ്പുറത്തൂടെയാണ് ആ അരുവി ഒഴുകി താഴോട്ട് പോകുന്നത്. നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഇതിൽ ഇടയ്ക്കൊക്കെ ഈ 4 വീലർ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഗേറ്റിന് അപ്പുറത്തെ വണ്ടിയൊക്കെ അവിടെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമുക്ക് വേണേ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നേ. ഒരു സ്കൂട്ടറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യം വന്ന സമയത്ത് ഇവിടെ വഴിയില്ല എൻ്റെ പൊന്നെ. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ടേ. ആ ഗേറ്റൊക്കെ കടന്നു വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പം നിലവിൽ വെള്ളം കുറവാട്ടോ. ഇതുകൊണ്ടോ ഈ കാണുന്ന വെള്ളമൊക്കെ ഉള്ളൂ. ഇതിലേക്ക് ആൾക്കാരെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നോ. ആ മോളിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഒഴുകി താഴെ അരുവിയിലോട്ട് പോവേ. നമുക്ക് താഴെ അരുവിയിൽ പോയി നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളി പച്ചപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോക്കുവയിൽ ഇങ്ങോട്ടെ അടിക്കുന്ന കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടരുവിയുടെ ഫീലിംഗ് കിട്ടുന്നുണ്ടേ. നല്ലൊരു തണുത്ത കാറ്റ് താഴേന്ന് ഇങ്ങോട്ട്. ഈ ഒരു തണുപ്പിനൊക്കെ വേണ്ടി ആൾക്കാർ വലിയ വരുന്നത്. പക്ഷെ വലിയ തിരക്കൊന്നുമല്ലോ കേട്ടോ. ആ വണ്ടിയിൽ വന്ന ആൾക്കാർ മാത്രം ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ വേണേൽ ഇറങ്ങാം കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടുന്ന് താഴോട്ട് അങ്ങനെ പോകാൻ പാടില്ല. അവിടെ തെന്നുന്ന പാറയൊക്കെ. വെള്ളം ഒഴുകുന്ന ഒഴുക്കുണ്ടോ. വെള്ളം ഒഴുകുന്നതിനെക്കാട്ടി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചകളുടെ ഒരു ഭംഗിയാണ് രസം. നമുക്കൊന്ന് മുകളിലോട്ട് നോക്കാം. മുകളിൽ നിന്ന് ആ അരുവി ഒഴുകി വരുന്നൊരു ഭംഗി. പണ്ട് ഞാൻ വന്നതിനെക്കാട്ടിലും ഇവിടെ ഒരു സുരക്ഷാവേലിയൊക്കെ വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ നല്ല തെന്നുന്ന പാറയൊക്കെയാണ്. അതുകൊണ്ട് ആണ് ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൂവൽ വാട്ടർഫാൾസൊക്കെ പോലെ അങ്ങോട്ടേക്ക് തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലിപ്പോൾ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നല്ലതായിട്ട്. കൊള്ളാം അല്ലേ. ഇവിടെ നിന്നും നല്ല മഴയൊക്കെ ഉള്ള സമയത്തും ഈ വെള്ളം ചാടുന്നതേ കണ്ട് ആസ്വദിക്കാൻ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഒരു പഴയ കല്ലുകെട്ട് വീട് കണ്ടോ. ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വല്യപ്പൻ ഉണ്ടാക്കിയതാണ് ഈ വീട്. കാരണം എൻ്റെ വല്യപ്പൻ ഈ തോട്ടത്തിലെ കങ്കാണിയായിരുന്നു.
ജോസഫ് എന്നായിരുന്നു പുള്ളിയുടെ പേര്, അമ്മയുടെ അപ്പൻ. പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് ഇത് എസ്റ്റേറ്റിലെ കങ്കാണിയായിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സംഭവമായിട്ട് ഉണ്ടാക്കിയ. പിന്നെ ഇവർ കുറച്ച് ഡെവലപ്പൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നെന്നാണ് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അമ്മ പുള്ളിക്കാരൻ ഇവിടെ വന്ന് ചോറൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നാണ് പറഞ്ഞത്. ഇവിടെ ഇതേതായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു വാച്ചിങ് ഗാലറിയൊക്കെ നല്ലൊരു തട്ട് പോലെ കണ്ടോ. ഇവിടെ നിന്നിവിടെ താഴോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് വെള്ളം ചാടുന്നുണ്ടോ. അപ്പോൾ ഇവിടം വരെ വരാൻ പറ്റുള്ളൂ, താഴോട്ട് ഒരുപാട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. വേങ്ങത്താനം അരുവി അങ്ങനെ നമ്മൾ ഒന്നുകൂടെ കാണാൻ വന്നു. മരച്ചില്ലുകളുടെ ഇടയിൽ കൂടെ ആ വെള്ളം ഇങ്ങനെ ചാടി വരുന്നൊരു കാഴ്ച ഉണ്ടോ. കൊള്ളാം കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ ഈ സമയത്തൊക്കെ ഇറങ്ങിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ വെള്ളമൊക്കെ ഉള്ള സമയത്ത് സാധിക്കുമല്ലോ. ഇത്രയും വെള്ളത്തിനൊക്കെ തടുക്കാനായിട്ട് ഈ വേലിയൊക്കെ വെച്ചാൽ മതിയോ. ഓക്കെ, ആ വേലി ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. നോക്കി താഴോട്ട് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുന്ന പോലെ കാണാവേ. ഓ, ഇവിടെ മുട്ടപ്പം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങോട്ട് ഇറങ്ങി. അടിപൊളി കാഴ്ചയാണേ. വേങ്ങത്താനം അരുവിയുടെ കാഴ്ചകൾ കണ്ടോ. ഇവിടെ നമുക്ക് ആ വെള്ളം താഴോട്ട് പമ്പ് ചെയ്യുന്ന കാണാവേ. ഓക്കെ, മഴക്കാലത്തൊക്കെയാണ് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ വെള്ളമായിരിക്കും. ഇതിൻ്റെ താഴെ 2-3 സ്റ്റെപ്പായിട്ടാണ് അത് പോകുന്നത്. ആൾക്കാരൊക്കെ താഴേക്ക് ഇതിലിറങ്ങി തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ കമ്പി ഉപയോഗിച്ചാണ് ഈ വേലിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മഴയത്തെ വെള്ളം ഒഴുകി വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ അങ്ങ് പൊക്കോളും. ഇതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ രീതിയിലൊരു വാച്ചിങ് ഗാലറിയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നല്ല വെള്ളമുള്ളപ്പോൾ അവിടെ വന്നുകൊണ്ട് ഇങ്ങോട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കാം. സമയം കുറേ ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് താഴോട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ ഒന്ന് കണ്ടുവരാവേ. താഴേക്ക് ആ വെള്ളം കുത്തിമറിയുന്നുണ്ടോ. ഈ വാച്ചിങ് ഗാലറി എന്ന് നോക്കുമ്പോഴേ അങ്ങ് മുകളിലുണ്ടോ ഭയങ്കര ചെരുവിലുള്ളൊരു പാറക്കെട്ടാണേ കാണുന്നത്. ആരെങ്കിലുമൊക്കെ താഴോട്ടൊക്കെ എടുത്ത് ആടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് നമുക്കറിയില്ല. വീട്ടിൽ പോയി അമ്മയോടൊക്കെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. അവരൊക്കെ ഇവിടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ. പിന്നെ നമ്മൾ കൂടുതലും ഇവിടെ അപ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചകൾ മാത്രമാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളൂ. വേറെ ചരിത്രങ്ങളും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഔട്ട്രോ പറയുന്ന ഈ ഒരു കെട്ടിടം കണ്ടോ. എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. നമ്മുടെ വല്യപ്പനുണ്ടാക്കിയൊരു കെട്ടിടമായിരുന്നു ഇതെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഇവിടെ ജോലിക്കാരൊപ്പം വന്നിരിക്കുമ്പോൾ വന്ന് റെസ്റ്റ് ഇരിക്കുന്ന സ്ഥലം അവർ പണിക്കാരെല്ലാം കൂടെ വന്നിച്ചിരിക്കുകയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയെടുത്തൊരു കെട്ടിടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ അമ്മ പറഞ്ഞുള്ളതൊക്കെ ഉള്ള അറിവേ ഉള്ളൂ. അമ്മയപ്പോൾ ഇവിടെ ചോറൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര വനം പോലത്തെ സ്ഥലമൊക്കെ ആയിരുന്നേ. ഇന്നിപ്പോൾ ഇച്ചിരി നടപ്പുവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് വന്നപ്പോഴും ഇവിടെ ഭയങ്കര വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒരു കമ്പെടുത്ത് ചെടിയെല്ലാം അടിച്ചു ഓടിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. അന്ന് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വാരിക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇന്നിപ്പം ആർക്ക് വന്നാലും ഇറങ്ങിയെന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നാൽ നേരെ ചേന്നാട് വരിക. ചേന്നാടിന് മാളികയിൽ വന്നിട്ട് മാളികയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പം വലത്തെ സൈഡിലേക്ക്
ഈ വഴി കാണാം നമുക്ക് ഈരാറ്റുപേട്ട വരും. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇടത് സൈഡിലാണ് ഇങ്ങോട്ട് വരുന്ന വഴികൾ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.